Hi, welcome to the video. This is Saji from S English Academy. അപ്പോൾ ഇന്ന് നമുക്ക് കോമൺ ആയിട്ട് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് സെന്റൻസുകൾ, ഒരു 50 സെന്റൻസുകൾ പഠിക്കാം. ഓക്കെ, ഈ സെന്റൻസുകളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അത്യാവശ്യം നന്നായി സംസാരിക്കാൻ ഒരു പക്ഷേ ഈ സെന്റൻസുകൾ മാത്രം പഠിച്ചാൽ സാധിക്കില്ലായിരിക്കാം. പക്ഷേ നിങ്ങൾ അത്യാവശ്യം പെട്ടുപോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ പഠിക്കാൻ പോകും. കുറെ നേരം നന്നായിട്ട് സംസാരിക്കുന്ന, ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കുന്ന ആൾക്കാർക്ക് തന്നെ ചിലപ്പോൾ ചെറിയ ചെറിയ സെന്റൻസുകൾ പറയാനായിരിക്കും ബുദ്ധിമുട്ട് നേരിടുക. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണുക. നിങ്ങളുടെ ലൈഫിൽ എവിടെയും പെട്ടുപോവാതിരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് സെന്റൻസുകളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സെന്റൻസുകളൊക്കെ നിങ്ങൾ കേൾക്കുന്നതോടൊപ്പം അതൊന്ന് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാൻ കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഫസ്റ്റ് സെന്റൻസ്, ഐ വിൽ കോൾ യു ലേറ്റർ. ഐ വിൽ കോൾ യു ലേറ്റർ. ഞാൻ നിന്നെ പിന്നീട് വിളിക്കാം. ഓക്കെ, ഐ വിൽ കോൾ യു ലേറ്റർ. അടുത്തത്, ഐ ആം ഓൺ ദ വേ. ഐ ആം ഓൺ ദ വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എവിടെയെങ്കിലും പോകുന്ന അല്ലെങ്കിൽ വരുന്ന വഴിയിലാണ് ഉള്ളത് എന്ന അർത്ഥത്തിലാണ് ഐ ആം ഓൺ ദ വേ എന്ന് നമ്മൾ പറയുന്നത്. അടുത്ത സെന്റൻസ്, ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഒരാൾ പറയുന്നതായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന അർത്ഥത്തിൽ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എന്ന് പറയാം. അടുത്തത്, പ്ലീസ് എക്സ്പ്ലെയിൻ ഇറ്റ് അഗെയിൻ. അതൊന്ന് വീണ്ടും വിശദീകരിക്കൂ. അതായത് ഒരാൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്നുകൂടി പറയാൻ വേണ്ടിയിട്ട് പ്ലീസ് എക്സ്പ്ലെയിൻ ഇറ്റ് അഗെയിൻ എന്ന് പറയാം. അടുത്തത്, ഗിവ് മി എ മിനിറ്റ്. എനിക്കൊരു മിനിറ്റ് തരൂ. അതായത് എന്തെങ്കിലും പറയാനോ ചെയ്യാനോ ആയിട്ട് നിങ്ങൾക്ക് കുറച്ച് സമയം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഗിവ് മി എ മിനിറ്റ് എന്ന് നിങ്ങൾക്ക് പറയാം. അടുത്ത സെന്റൻസ്, ഐ ആം വെരി ബിസി റൈറ്റ് നൗ. എന്താ അർത്ഥം? ഞാൻ നല്ല തിരക്കിലാണുള്ളത് ഇപ്പോൾ. ഓക്കെ, ഐ ആം വെരി ബിസി റൈറ്റ് നൗ. ഞാൻ നല്ല തിരക്കിലാണ്, വളരെയധികം തിരക്കിലാണ് ഇപ്പോൾ ഉള്ളത്. അടുത്ത സെന്റൻസ്, ഐ വിൽ ടോക്ക് ടു യു ലേറ്റർ. ഐ വിൽ ടോക്ക് ടു യു ലേറ്റർ. ഞാൻ നിന്നോട് പിന്നീട് സംസാരിക്കാം. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ സമയമില്ലെങ്കിൽ ഇങ്ങനെ പറയാം നിങ്ങൾക്ക്, ഐ വിൽ ടോക്ക് ടു യു ലേറ്റർ. ഞാൻ നിന്നോട് പിന്നീട് സംസാരിക്കാം. അടുത്ത സെന്റൻസ്, ഐ forgot to call you. ഞാൻ നിന്നെ വിളിക്കാൻ മറന്നുപോയി. ഐ forgot to call. Don't worry. വിഷമിക്കേണ്ട. ഒരാളെ നിങ്ങൾക്ക് സമാധാനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സെന്റൻസ് യൂസ് ചെയ്യാം. Don't worry. വിഷമിക്കേണ്ട. ഓക്കെ. അടുത്തത്, ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. അത് നല്ലൊരു ആശയമാണ്. സപ്പോസ് നിങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു കാര്യത്തെക്കുറിച്ച്. ഒരാൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഓക്കെ, എങ്ങനെ പറയാം? ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. അത് നല്ലൊരു ആശയമാണ്. അടുത്തത്, ഐ നീഡ് യുവർ ഹെൽപ്പ്. എനിക്ക് നിന്റെ സഹായം ആവശ്യമുണ്ട്. നിങ്ങൾക്ക് ഒരാളുടെ സഹായം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ പറയാം? ഐ നീഡ് യുവർ ഹെൽപ്പ്. എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. അടുത്തത്, വെയിറ്റ് ഫോർ എ സെക്കൻഡ്. ഒരു സെക്കൻഡ് കാത്തിരിക്കൂ. വെയിറ്റ് ഫോർ എ സെക്കൻഡ്. അടുത്തത്, ഐ എം ഫീലിംഗ് ടയേർഡ്. എനിക്ക് ക്ഷീണം തോന്നുന്നുണ്ട്. ഐ എം ഫീലിംഗ് ടയേർഡ്. ഇത് ഐ ഫീൽ ടയേർഡ് എന്നും പറയാം. അടുത്തത്, ടേക്ക് യുവർ ടൈം. ധൃതിപ്പെടേണ്ട ആവശ്യമില്ല. ടേക്ക് യുവർ ടൈം. സമയം എടുത്തോളൂ, കുഴപ്പമില്ല എന്ന അർത്ഥത്തിൽ ടേക്ക് യുവർ ടൈം എന്ന് പറയാം. അടുത്തത്, ഡോണ്ട് ബി ലേറ്റ്. ലേറ്റ് ആവരുത്. അതെങ്ങനെ പറയാം? ഡോണ്ട് ബി ലേറ്റ്. നെക്സ്റ്റ് വൺ, കം വിത്ത് മീ. എന്റെ കൂടെ വരൂ. എങ്ങനെ പറയാം? കം വിത്ത് മീ. എന്റെ കൂടെ വരൂ. അടുത്തത്, ഐ വിൽ ബി ബാക്ക് സൂൺ. അപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും പോവുകയാണ്, ഇപ്പൊ പെട്ടെന്ന് തിരിച്ചു വരുമെന്ന അർത്ഥത്തിൽ എങ്ങനെ പറയാം? ഐ വിൽ ബി ബാക്ക് സൂൺ. ഐ വിൽ കം ബാക്ക് സൂൺ എന്നും പറയാം. അടുത്തത്, ഐ ലൈക്ക് ദിസ് വെരി മച്ച്. എനിക്കിത് ഒരുപാട് ഇഷ്ടമായി. ഐ ലൈക്ക് ദിസ് വെരി മച്ച്. അടുത്തത്, ഐ ഡോണ്ട് ഹാവ് ടൈം. എനിക്ക് സമയമില്ല. ഐ ഡോണ്ട് ഹാവ് ടൈം. നെക്സ്റ്റ് വൺ, ലെറ്റ്സ് ഗോ. നമുക്ക് പോകാം. ഓക്കെ, ലെറ്റ്സ് ഗോ. നമുക്ക് പോകാം. അടുത്തത്, വാട്ട് യു മീൻ. നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? നീ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന അർത്ഥത്തിൽ നിങ്ങൾക്ക് എങ്ങനെ ചോദിക്കാം? വാട്ട് ഡു യു മീൻ എന്ന് ചോദിക്കാം. ഓക്കെ, ഐ എം നോട്ട് ഷുവർ. എനിക്ക് ഉറപ്പില്ല. അപ്പൊ നിങ്ങൾക്ക് ഉറപ്പില്ലാത്തൊരു കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ പറയാം? ഐ എം നോട്ട് ഷുവർ. എനിക്ക് ഉറപ്പില്ല. അടുത്തത്, ഐ ട്രസ്റ്റ് യു. ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. എനിക്ക് നിന്നിൽ വിശ്വാസമുണ്ട്. ഐ ട്രസ്റ്റ് യു. അല്ലെങ്കിൽ ഐ ബിലീവ് യു എന്നും പറയാം. ഓക്കെ. അടുത്തത്, ഡോണ്ട് ഷൗട്ട്. വഴക്ക് പറയരുത് അല്ലെങ്കിൽ ശബ്ദം എടുക്കരുത്. ഡോണ്ട് ഷൗട്ട്. നെക്സ്റ്റ് വൺ, സ്റ്റോപ്പ് ഡൂയിങ് ദാറ്റ്. അത് ചെയ്യുന്നത് നിർത്തൂ. സ്റ്റോപ്പ് ഡൂയിങ് ദാറ്റ്. അത് ചെയ്യുന്നത് നിർത്തൂ. നെക്സ്റ്റ് വൺ, ലിസൺ ടു മീ. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കൂ. അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കുക എന്ന അർത്ഥത്തിലാണ് ലിസൺ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ലിസൺ ടു മീ. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കൂ. അടുത്തത്, ഐ ഫീൽ ബെറ്റർ നൗ. എനിക്കിപ്പം കുറച്ചുകൂടി ബെറ്റർ ആയിട്ട്, കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നുന്നു. നേരത്തേതിനേക്കാളും കുറച്ചുകൂടി എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന അർത്ഥത്തിൽ ഐ ഫീൽ ബെറ്റർ നൗ എന്ന് പറയാം. അടുത്തത്, ഐ ആം ഓൺ എ കോൾ. ഞാനൊരു കോളിലുള്ളത്. ഞാനൊരു കോളിലുള്ളത്. ഐ ആം ഓൺ എ കോൾ. അടുത്തത്, ഐ ആം ഓൾമോസ്റ്റ് ഡൺ. അതായത് നിങ്ങൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം ഓൾമോസ്റ്റ് പൂർത്തിയാക്കാനായി എന്ന അർത്ഥത്തിൽ ഐ ആം ഓൾമോസ്റ്റ് ഡൺ എന്ന് നിങ്ങൾക്ക് പറയാം. നെക്സ്റ്റ് വൺ, കം ഏർലി ടുമോറോ. നാളെ നേരത്തെ വരണം. ഓക്കെ, കം ഏർലി ടുമോറോ. നെക്സ്റ്റ് വൺ, ഡോണ്ട് ഫർഗെറ്റ് ദിസ്. ഡോണ്ട് ഫർഗെറ്റ് ദിസ്. ഇത് മറക്കരുത് കേട്ടോ. ഡോണ്ട് ഫർഗെറ്റ് ദിസ്. ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. ഞാൻ എൻ്റെ പരമാവധി, എന്നെ കൊണ്ട് പറ്റുന്ന അത്ര ശ്രമിക്കും എന്ന അർത്ഥത്തിൽ ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് എന്ന് പറയാം. അടുത്തത്, ഐ തിങ്ക് സോ. ഞാൻ അങ്ങനെ കരുതുന്നു. ഞാൻ അങ്ങനെ വിചാരിക്കുന്നു. എനിക്ക് അങ്ങനെ തോന്നുന്നു എന്ന അർത്ഥത്തിൽ ഐ തിങ്ക് സോ എന്ന് പറയാം. അടുത്തത്, ഐ ഡോണ്ട് തിങ്ക് സോ. അതായത് ഐ തിങ്ക് സോന്റെ ഓപ്പോസിറ്റ് ആണ് അല്ലെ. ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല, ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല, ഞാൻ അങ്ങനെ കരുതുന്നില്ല, അല്ലെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല എന്ന അർത്ഥത്തിൽ ഐ ഡോണ്ട് തിങ്ക് സോ എന്ന് പറയാം. അടുത്തത്, ഇസ് എവറിത്തിങ് ഓക്കെ. എല്ലാം ഓക്കെ ആണോ? ഇങ്ങനെ ചില സന്ദർഭങ്ങൾ നമ്മൾ ചോദിക്കുമല്ലോ അല്ലെ. ഇസ് എവറിത്തിങ് ഓക്കെ. എല്ലാം ഓക്കെ ആണോ? ഐ എം റിയലി സോറി. നിങ്ങൾ അപ്പോളജി ചോദിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇങ്ങനെ പറയാം. ഐ എം
റിയലി സോറി, ഞാൻ വളരെയധികം ഖേദിക്കുന്നു. അടുത്തത് ദാറ്റ്സ് ഇനഫ്, അത് മതി, അത്ര മതി എന്ന അർത്ഥത്തിൽ ഇങ്ങനെ പറയാം, ദാറ്റ്സ് ഇനഫ്. അടുത്തത് കോൾ മീ ഇഫ് യു നീഡ് എനിത്തിങ്, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കൂ. കോൾ മീ ഇഫ് യു നീഡ് എനിത്തിങ്, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കൂ. നെക്സ്റ്റ് വൺ, ഐ എം വെയിറ്റിംഗ് ഫോർ യു, ഞാൻ നിന്നെ കാത്തിരിക്കുകയാണ്, ഞാൻ നിന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ ആം വെയിറ്റിംഗ് ഫോർ യു. നെക്സ്റ്റ് വൺ, ഡോണ്ട് ഹെസിറ്റേറ്റ്, ഇപ്പോൾ ഒരു കാര്യം ചെയ്യാനോ അല്ലെങ്കിൽ പറയാനോ ഡോണ്ട് ഹെസിറ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാൻ അല്ലെങ്കിൽ പറയാൻ മടിക്കരുത് എന്നാണ്. ഡോണ്ട് ഹെസിറ്റേറ്റ്. നെക്സ്റ്റ് വൺ, ലെറ്റ് മീ ചെക്ക്, ഞാനൊന്ന് പരിശോധിക്കട്ടെ, അങ്ങനെ പറയുമല്ലോ നമ്മൾ, ലെറ്റ് മീ ചെക്ക്, ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. നെക്സ്റ്റ് വൺ, ഇറ്റ്സ് വെരി സിമ്പിൾ, ഇത് വളരെ എളുപ്പമാണ്. ഇറ്റ്സ് വെരി സിമ്പിൾ അല്ലെങ്കിൽ ഇറ്റ്സ് വെരി ഈസി എന്ന് പറയാം. നെക്സ്റ്റ് വൺ, ടെൽ മീ ദ ട്രൂത്ത്, എന്നോട് സത്യം പറയണം. ഡോണ്ട് ലൈ, ടെൽ മീ ദ ട്രൂത്ത്, എന്നോട് സത്യം പറയണം. അടുത്തത്, ഐ എം പ്രൗഡ് ഓഫ് യു, എനിക്ക് നിന്നെ കുറിച്ച് ഓർത്ത് അഭിമാനമുണ്ട്. ഐ ആം പ്രൗഡ് ഓഫ് യു, ഞാൻ നിന്നെ കുറിച്ച് ഓർത്ത് അഭിമാനിക്കുന്നു എന്നർത്ഥത്തിൽ ഐ ആം പ്രൗഡ് ഓഫ് യു എന്ന് പറയാം. അടുത്തത് ടേക്ക് കെയർ, ഇത് നമ്മൾ അധികം കേട്ടിട്ടുള്ള ഒരു പക്ഷെ പറഞ്ഞിട്ടുള്ള കാര്യമായിരിക്കും. ടേക്ക് കെയർ, ശ്രദ്ധിക്കൂ. ഓക്കെ, ടേക്ക് കെയർ. നെക്സ്റ്റ് വൺ, ഐ ഡോണ്ട് നോ, ഇത് പല സന്ദർഭങ്ങളിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു സെന്റൻസ് കൂടിയാണ്. ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. ഓക്കെ, ഐ ഡോണ്ട് നോ. അടുത്തത്, ഐ എം കമ്മിങ്, ഞാൻ വരുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്, ഞാൻ വരികയാണ്. ഐ ആം കമ്മിങ്. നെക്സ്റ്റ് വൺ, ലെറ്റ് മീ തിങ്ക്, ഞാനൊന്ന് ആലോചിക്കട്ടെ. ലെറ്റ് മീ തിങ്ക്, ഞാനൊന്ന് ചിന്തിക്കട്ടെ, ഞാനൊന്ന് ആലോചിക്കട്ടെ. ലെറ്റ് മീ തിങ്ക്. നെക്സ്റ്റ് വൺ, പ്ലീസ് സിറ്റ് ഡൗൺ, ദയവ് ചെയ്ത് ഇരിക്കൂ. ഓക്കെ, ഇരുന്നാട്ടെ, ഇരിക്കൂ. പ്ലീസ് സിറ്റ് ഡൗൺ. ലാസ്റ്റ് വൺ, ഡോണ്ട് ടച്ച് ഇറ്റ്, അത് സ്പർശിക്കരുത്. ഡോണ്ട് ടച്ച് ഇറ്റ്, അത് സ്പർശിക്കരുത്. അപ്പോൾ ഈ സെന്റൻസുകളൊക്കെ അത്യാവശ്യം നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് ഉപയോഗിക്കേണ്ടി വരുന്ന തരത്തിലുള്ള സെന്റൻസുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലാക്കുന്നതോടൊപ്പം അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ കൂടി ശ്രദ്ധിക്കാം. കാരണം പ്രാക്ടീസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണല്ലോ നമുക്ക് സംസാരിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക. അതുപോലെ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുകയും ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അതുവരേക്കും